അപ്പോൾ ഓക്കെ, നമ്മളെ ഫോർത്ത് മൊഡ്യൂളിലേക്കാണ് കടക്കാൻ വേണ്ടി പോകുന്നത്. തേർഡ് മൊഡ്യൂളിൽ നമ്മൾ സോയിൽ പൊല്യൂഷനെ പറ്റി പഠിച്ച്, സെക്കൻഡ് മൊഡ്യൂളിലാണെങ്കിൽ വാട്ടർ പൊല്യൂഷൻ ആയിരുന്നു, ഫസ്റ്റ് മൊഡ്യൂളിലെ എയർ പൊല്യൂഷനിൽ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പോകുന്നത് നമ്മളുടെ ഫോർത്ത് മൊഡ്യൂളിലേക്കാണ്, നോയിസ് പൊല്യൂഷൻ. അപ്പോൾ ഈ 4 ടൈപ്പ് പൊല്യൂഷനാണ് നമ്മൾ സാധാരണയായിട്ട് പറയാറ് പൊല്യൂഷൻ്റെ കേസസിൽ. ഓരോന്നാണ് ഓരോരോ മൊഡ്യൂൾ വൈസ് നമ്മൾ നോക്കിയിട്ട് പോയിട്ടുള്ളത്. നമുക്ക് നോയിസ് പൊല്യൂഷനിലേക്ക് കടക്കാം. അപ്പോൾ അതിന് മുമ്പിട്ട് നമുക്ക് സ്ക്രീനൊക്കെ പ്രസന്റ് ചെയ്തിട്ട് നമുക്ക് നോയിസ് പൊല്യൂഷനിലേക്ക് കടക്കാം. നമ്മൾ മൊഡ്യൂൾ 4 നോയിസ് പൊല്യൂഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മളെ സൗണ്ടിന്റെ ഒക്കെ നമ്മൾ യൂണിറ്റ് ആയിട്ട് കണക്ക് കൂട്ടുന്നത് അതിനെ വെച്ചിട്ട് തുടങ്ങാം. നമുക്ക് അവിടെ തന്നെ സൗണ്ടിന്റെ ഒക്കെ യൂണിറ്റ് നമ്മൾ പറയാം ഡെസിബെല്ലാണ്, DB എന്ന് പറഞ്ഞിട്ടാണ് പറയാം അല്ലെ, ഡെസിബെൽ എന്ന് പറഞ്ഞാൽ സൗണ്ടിന്റെ യൂണിറ്റ്. അപ്പൊ നമുക്ക് ഓരോ മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രശ്നമില്ലാത്ത രീതിയിലുള്ള ഡെസിബെൽ ഉണ്ട്, അതേപോലെ തന്നെ മൃഗങ്ങൾക്കുണ്ട്, അങ്ങനെ ഓരോ ജീവികൾക്കും ആ സാധനങ്ങളുണ്ടാവും. നമ്മൾ ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ പട്ടികൾക്കൊക്കെ എത്ര ചെറിയ സൗണ്ട് വരെ കേൾക്കാൻ പറ്റും, നമുക്ക് കേൾക്കാൻ പറ്റാത്ത സൗണ്ട് വരെ പട്ടികൾക്കും പൂച്ചക്കൊക്കെ കേൾക്കാൻ പറ്റുന്നൊക്കെ പറയും. അപ്പൊ അത്രയും ചെറിയ ഡെസിബലുള്ള സൗണ്ട് വരെ അവർക്കൊക്കെ കേൾക്കാൻ പറ്റും. പിന്നെ നമുക്ക് കേൾക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ സൗണ്ടിന്റെ ഒരു ക്വാണ്ടിറ്റീനെ വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്ന മിനിമം ഡെസിബലും ഉണ്ട്, കേൾക്കുന്നതിന് പരിധിയുണ്ട്, ഒരു ലിമിറ്റും ഉണ്ട്, മാക്സിമം ഡെസിബലും ഉണ്ട്. അപ്പൊ അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാലാണ് നമ്മൾ പറയാ നോയിസ് പൊല്യൂഷൻ ആയിരുന്നു. അതേപോലെ തന്നെ ചില സൗണ്ടിന്റെ ചില ഫ്രീക്വൻസികൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത അവസ്ഥ വരും. അതും നമ്മൾ 20 to 20K ഡെസിബൽ ആയിക്കോട്ടെ, അറിയില്ല, എന്തായാലും അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് നോയിസ് പൊല്യൂഷൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ലിമിറ്റ് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കേൾക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ, ചില സൗണ്ടുകൾ, ചില വേരിയേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു അസ്വസ്ഥതയൊക്കെ തോന്നിക്കും. അപ്പൊ അങ്ങനത്തെയും ഒക്കെ നമ്മൾ നോയിസ് പൊല്യൂഷന്റെ കൂട്ടത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ബോർഡിൽ ചോക്ക് വെച്ചിട്ട് എഴുതുന്ന സമയത്ത് ഒരു സൗണ്ട് വരും ചില സമയത്ത്, ഒരു കിക്കി കിക്കി എന്ന് പറഞ്ഞു. അപ്പൊ അത് സൗണ്ട് ചില ആൾക്കാർക്ക് പിടിക്കാതെ വരും, ചില ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവില്ല ആ സൗണ്ട് കേൾക്കുന്നതിൽ, ചില ആൾക്കാർക്ക് അത് കേൾക്കുമ്പോൾ ഒരുമാതിരി ഒരു പുളിപ്പൊക്കെ കയറി ശരീരത്തിൽ. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ നമ്മൾ പൊല്യൂഷന്റെ കൂട്ടത്തിൽ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് എന്താണ് അതിന്റെ ഡെഫിനേഷൻ, പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷന്റെ ഡെഫിനേഷൻ എന്താണ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നോയിസ് പൊല്യൂഷന്റെ ഡെഫിനേഷൻ വരുന്നത്. നമുക്ക് മെയിനായിട്ട് എന്തൊക്കെ 3 ടൈപ്പായിട്ട് നമ്മൾ പറയാം. നോയിസ് പൊല്യൂഷൻ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സൗണ്ട് ബിക്കംസ് ലൗഡ് ഓർ ഡിസ്എഗ്രിയബിൾ എന്ന് പറയാം അല്ലെ. സൗണ്ട് ഭയങ്കരമായിട്ട് ലൗഡായിട്ട് കേൾക്കുക, അല്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ ഡിസ്അഗ്രിയബിൾ ആയിട്ടുള്ള സൗണ്ട്, അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള സൗണ്ട് ആണെങ്കിൽ നമ്മൾ അതിനെ നോയിസ് എന്നൊന്നും പറയും. സോ നമുക്ക് പറയാം സൗണ്ട് ബിക്കംസ് ലൗഡ്, ഭയങ്കര ഒച്ചയാകുക, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് കേൾക്കാൻ താല്പര്യമില്ലാത്തൊരു സൗണ്ട്, ഡിസ്അഗ്രിയബിൾ അല്ലെങ്കിൽ അൺവാണ്ടഡ് എന്ന് പറയാം. ഇതിനെയാണ് നമ്മൾ നോയിസ് എന്ന് പറയുന്നത്. അതങ്ങനെ പൊല്യൂഷൻ ആവുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇപ്പൊ ഈ ഒരു കാര്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ചില ആൾക്കാർ, നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒച്ചയിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെണ്ടമേളത്തിന്റെ ഒക്കെ ഒച്ച ഉണ്ടാവും. ആ സമയത്ത് നമ്മളത് ആസ്വദിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമുക്ക് അത് സൗണ്ട് പൊല്യൂഷൻ ആയിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല. ഓക്കെ, അതേസമയം നമ്മൾ വെറുതെ നമ്മളിപ്പോൾ ക്ലാസ് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് ഈ ലൗഡ് നോയിസ് വരുന്നതായിരിക്കാം. അപ്പൊ നമുക്കത് ചിലപ്പോൾ കേട്ട് കഴിഞ്ഞാൽ നമ്മളെ കോൺസെൻട്രേഷൻ ഒക്കെ ഇല്ലാണ്ടാവും. ആ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സൗണ്ട് പൊല്യൂഷൻ ആയിട്ട് നമ്മൾ ആ ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവരും.
അപ്പൊ എന്ന് വെച്ചാൽ ഈ സാധനം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സൗണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, എല്ലാ സൗണ്ടും നോയിസ് പൊല്യൂഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. അത് സാഹചര്യം സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടിരിക്കും നമുക്കത് പൊല്യൂഷൻ ആക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല. നമ്മൾ സാധാരണ വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ എന്നൊക്കെ പറയുന്ന സമയത്ത് കുറെ പൊല്യൂട്ടന്റിന്റെ പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു പെർട്ടിക്കുലർ പൊല്യൂട്ടന്റ് എന്ന് പറയാൻ പറ്റില്ല. ചില സമയത്ത് അത് പൊല്യൂട്ടന്റ് ആയിരിക്കും, ചില സമയത്ത് അത് നല്ലതുമായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വേറെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബുള്ളറ്റ് എടുത്ത് പോകുന്ന സമയത്ത് നമ്മൾ സൈലൻസറൊക്കെ ഓൾട്ടർ ചെയ്തിട്ടൊക്കെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് ഓടിക്കുന്നതിന് പ്രശ്നമൊന്നും തോന്നുന്നുണ്ടാവില്ല. അതേസമയം അത് ചിലപ്പോൾ കേട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അത്ര രസമുള്ള പരിപാടിയായിട്ട് തോന്നില്ല. അപ്പൊ അതാണ് നമ്മൾ സൗണ്ട്, ഈ നോയിസ് പൊല്യൂഷന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനെ പറയാം അൺവാണ്ടഡ് സൗണ്ട് പൊല്യൂട്ടന്റ്. ഇതാണെന്ന് പറയുന്നത് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് പൊല്യൂട്ടന്റ് ആണ്. ഇനി അത് എങ്ങനെ പൊല്യൂട്ടന്റ് ആകുന്നു എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. വിച്ച് പ്രൊഡ്യൂസ് അൺഡിസൈറബിൾ ആയിട്ടുള്ള നമ്മുടെ മനുഷ്യന്മാരുടെ ശരീരത്തിൽ അൺഡിസൈറബിൾ, മനുഷ്യന്മാരുടെ മാത്രമല്ല മൃഗങ്ങളുടെ ആയാലും അൺഡിസൈറബിൾ ആയിട്ടുള്ള ഫിസിയോളജിക്കലും ആൻഡ് സൈക്കോളജിക്കൽ എഫക്റ്റ് നമ്മളെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന വരുന്നത് ഇൻ ആൻ ഇൻഡിവിജ്വൽ. അപ്പൊ ഇതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഡെഫിനേഷൻ വരുന്നത്. അൺവാണ്ടഡ് ആയിട്ടുള്ള സൗണ്ട് പൊല്യൂട്ടന്റ്, അത് ഏതും ആയിക്കോട്ടെ. വിച്ച് പ്രൊഡ്യൂസ് അൺഡിസൈറബിൾ ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ എഫക്റ്റ്. ചില സാധനങ്ങൾ കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് പേടിയും കാര്യങ്ങളൊക്കെ വരും. അതാണ് സൈക്കോളജിക്കൽ എന്ന് പറയുന്നത്. ഇപ്പൊ നാളെ ആംബുലൻസിന്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു ഉള്ളുന്നൊരു ആന്തലൊക്കെ വരും. അപ്പൊ അതാണ് സൈക്കോളജിക്കൽ എന്ന് പറയുന്നത്. ഫിസിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ ചില സാധനം കേൾക്കുമ്പോൾ നമുക്ക് തലവേദനയും കാര്യങ്ങളൊക്കെ വരും. ആകെ ഒരു അസ്വസ്ഥത തോന്നിയിട്ട് ആകെ തലവേദനയും പിന്നെ നമുക്ക് ഒരു ഛർദ്ദിക്കാൻ വരുന്ന അവസ്ഥ വരെ വരാം. അപ്പൊ അങ്ങനത്തെ സാധനത്തിന് നമ്മൾ ഫിസിയോളജിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ സൗണ്ട് കേൾക്കുന്ന സമയത്ത് മനുഷ്യന്മാരിൽ വരുന്ന ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ എഫക്റ്റിനെയാണ് നമ്മൾ നോയിസ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. അൺഡിസൈറബിൾ ആയിട്ട് അങ്ങനത്തെ എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനെയൊക്കെയാണ് നമ്മൾ നോയിസ് പൊല്യൂഷന്റെ കൂട്ടത്തിൽ പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇതിൻ്റെ അകത്തുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞു, ഈ ഒരു സൗണ്ട് പൊല്യൂഷൻ എന്ന് പറഞ്ഞ സാധനത്തിന്റെ പ്രത്യേകത നമുക്കൊരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പൊല്യൂട്ടന്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതിൻ്റെ അകത്തുള്ള പൊല്യൂട്ടൻസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പൊല്യൂട്ടൻസ് ഡസ് നോട്ട് ഹാവ് പെർസിസ്റ്റൻസ് എന്ന് പറയാം. പെർസിസ്റ്റൻസിന്റെ വാക്കിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിലനിൽപ്പില്ലാത്ത സാധനമാണ് ശരിക്കും പറഞ്ഞ ഈ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. നമുക്കൊരു പെർട്ടിക്കുലർ ആയിട്ട് ഇന്നേ പൊല്യൂട്ടന്റ് ആണ് സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണ് അതിനെപ്പറ്റി പറയുന്നതാണ് ഈ എന്താ പറയുന്നത് പെർസിസ്റ്റൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇന്നേ ഒരു പൊല്യൂട്ടന്റ് നമുക്കത് എന്താ പറയാ പൊല്യൂഷൻ കാരണമാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പെർസിസ്റ്റന്റ് ആയിരിക്കില്ല, അത് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും. അപ്പം ഈ ഒരു സാധനത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോയിസ് പൊല്യൂഷന്റെ പ്രത്യേകത. ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കേണ്ടത് ഈ 3 കാര്യങ്ങളാണ്. നമ്മൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഒരു സൗണ്ട് ലൗഡ് അല്ലെങ്കിൽ ഡിസഗ്രിയബിൾ അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള സൗണ്ടിനെയാണ് നമ്മൾ നോയിസ് എന്ന് പറയുന്നത്. ഇനി അതെങ്ങനെ പൊല്യൂഷൻ ആകുന്നുള്ളത്, ആ അൺവാണ്ടഡ് സൗണ്ട് മനുഷ്യന്മാരുടെ ശരീരത്തിൽ ഒരു അൺഡിസൈറബിൾ ആയിട്ടുള്ള ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ എഫക്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക സൗണ്ട് പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിലേക്ക് കൊണ്ടുപോകും. അതേപോലെ തന്നെ ഈ ഒരു പൊല്യൂട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മളെ സാധാ എയർ പൊല്യൂഷൻ ഓർ വാട്ടർ പൊല്യൂഷൻ അല്ലെങ്കിൽ സോയിൽ പൊല്യൂഷൻ പഠിച്ച പോലെ ഈ ഒരു പൊല്യൂട്ടന്റിന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പൊ കാർബൺ മോണോക്സൈഡ് ഒരു പൊല്യൂട്ടന്റ് ആണെന്ന് നമുക്ക് ഏത് രാത്രി ഉറക്കത്തുനിന്ന് വിളിച്ച് ചോദിച്ചാലും പറയാൻ പറ്റും. പക്ഷെ അതേപോലെ ഈ നോയിസ് പൊല്യൂഷന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു പെർട്ടിക്കുലർ പൊല്യൂട്ടന്റ് ഉണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് സൗണ്ടിന്റെ പൊല്യൂഷൻ്റെ അകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള സോഴ്സസ് നോക്കാം. സോഴ്സസ് ഓഫ് നോയിസ് പൊല്യൂഷൻ.
ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. ഒരു 5 പോയിന്റ് മിക്കവാറും നിങ്ങൾക്ക് എവിടെന്നെങ്കിലൊക്കെ ആയിട്ട് കിട്ടും. നിങ്ങൾ തന്നെ ഈ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാൻ തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു 5-6 പോയിന്റ് നമുക്ക് സുഖമായിട്ട് എടുക്കും. നമുക്ക് ആ ഒരു എന്തൊക്കെയാണ് പോയിന്റ്സ് എന്നുള്ളത് 1 by 1 ആയിട്ട് നോക്കുക. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് നോയ്സ് പൊല്യൂഷൻ എന്ന് പറഞ്ഞ സാധനം വരുന്നത്? ഈ പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ ഓടുക നമ്മളെ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാലുള്ള പൊല്യൂഷനെ പറ്റിയിട്ടായിരിക്കും. സൗണ്ടിന്റെ പൊല്യൂഷൻ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഹോണടിയും വണ്ടീൻ്റെ ഒച്ചയും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പം കുറേ സമയം ഒരു ട്രാഫിക്കിൻ്റെ അകത്ത് നിന്ന് കഴിഞ്ഞാലൊക്കെ ഈ പറഞ്ഞ ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ട്രാഫിക് തന്നെയാണ്. അപ്പൊ ട്രാഫിക്കിന്റെ അകത്ത് നിന്ന് വരുന്നത് ഏതൊക്കെ തരത്തിലാണ്? ഒന്ന് വെച്ചാൽ ഓട്ടോമൊബൈൽസിന്റെ അകത്ത് നിന്ന് വരാം. ഈ പറഞ്ഞ ഓട്ടോമൊബൈൽസ് എന്ത് അനാവശ്യമായിട്ട് അതിന്റെ സൈലൻസറിന്റെ അകത്ത് നിന്ന് വരുന്ന സൗണ്ടുകളാവാം, അതല്ലെങ്കിൽ ഹോണ അടിച്ചിട്ട് അനാവശ്യമായിട്ടുള്ള ഹോണടി കാരണം ഉണ്ടാകുന്ന സൗണ്ടുകളാകാം, അല്ലെങ്കിൽ ട്രാഫിക് ജാമിന്റെ അകത്ത് വരുന്ന കുറേ വണ്ടികൾ ഒരുമിച്ച് ഒരു ട്രാഫിക് ജാമിൽ പെട്ട് കഴിഞ്ഞാൽ എല്ലാ വണ്ടീന്റെയും എൻജിൻ അവിടെ നിന്ന് ബേണിംഗ് ആയിരിക്കും. അപ്പം എൻജിൻ ബേണിങ്ങിന്റെ ആ ഒരു സൗണ്ട്, ഇങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ ട്രാഫിക് പൊല്യൂഷൻ്റെ അകത്തേക്ക് കൊടുക്കുന്നത്. ഇനി ഇതിന് പുറമെ ട്രാഫിക് പൊല്യൂഷൻ്റെ അകത്ത് വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എയറോപ്ലെയിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രെയിന് പോകുന്ന സമയത്ത് വരുന്ന സൗണ്ടുകൾ. അപ്പൊ അതിന് നമുക്ക് വേറെ തന്നെ ഒരു കാറ്റഗറിയിൽ വേണമെങ്കിൽ കൊടുക്കാം. ഓട്ടോമൊബൈൽസ് അല്ലാണ്ട് ട്രാഫിക്കിന്റെ അകത്ത് വരുന്നതാണ് നമ്മളെ എയർക്രാഫ്റ്റ് ആൻഡ് ട്രെയിൻ എന്ന് പറഞ്ഞു കൊടുക്കാം. സോ നെക്സ്റ്റ് സോഴ്സസ് എന്ന് പറയുന്നത് ഈ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ട്രെയിനിന്റെ അകത്ത് വരുന്ന പൊല്യൂഷൻസ് ആണ്. അപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ട്രെയിനിന്റെ അകത്ത് ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഈ നോയിസ് പൊല്യൂഷൻ എന്ന് പറഞ്ഞ സാധനം. കാരണം ഒരു വക എല്ലാ സ്ഥലത്തും ഇലക്ട്രിക് ട്രെയിൻ വന്നതോടുകൂടി നമ്മളുടെ ട്രെയിൻ വഴിയുള്ള പൊല്യൂഷൻ ഒരു ചെറിയ പരിധി വരെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എയർക്രാഫ്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ പണ്ടത്തെ പോലെ തന്നെ സൗണ്ട് ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ്. അപ്പം ഇപ്പൊ നമ്മളെ മട്ടന്നൂർ എയർപോർട്ട് വന്നപ്പോഴത്തേക്ക് നമുക്കറിയാം, നമുക്ക് പ്ലെയിന് പോകുന്ന സമയത്ത് ഒച്ച ഉണ്ടാകുന്നുണ്ടല്ലോ. ഈ ഒരു ഒച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അതൊരു കൗതുകമായിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ പല ആൾക്കാരും പുറത്തേക്ക് നോക്കി ഇരിക്കാറൊക്കെ ഉണ്ട് പ്ലെയിന് പോകുന്ന സമയത്ത്, ഇതുവരെ പ്ലെയിന് കാണാത്ത പോലെ. അപ്പം അതെന്ന് വെച്ചാൽ നമ്മളെ മൈൻഡ് ഡിസ്റ്റർബ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അതിനെയൊക്കെ നമുക്ക് പൊല്യൂഷന്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് കൊണ്ടുപോകാം. നമ്മളെ ചുവട്ടിൽ അത്രക്കും വലിയ പ്രശ്നം നമുക്കായിട്ട് തോന്നില്ല. പക്ഷെ ഇതേ സാധനം നമ്മൾ ഈ വലിയ വലിയ സിറ്റീസ് ആയി കഴിഞ്ഞാൽ, ഈ നമ്മളെ മുംബൈയും ഡൽഹിയും ഇങ്ങനത്തെ സിറ്റീസിലൊക്കെ വരുമ്പം അവിടെ ഈ എയർക്രാഫ്റ്റിന്റെ ഒക്കെ വലിയ ട്രാഫിക് തന്നെ ഉണ്ടാവും. ഒരുപാട് പ്ലെയിനുകൾ ഓരോരോ സമയം വെച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനത്തെ സ്ഥലത്താണ് ഇവിടെ മെയിനായിട്ട് പൊല്യൂഷൻ ആയിട്ട് അത് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. നമുക്കതൊരു കൗതുകമായിട്ടായിരിക്കും തോന്നുന്നുണ്ടാവുക. പക്ഷെ അവിടുത്തെ ഇങ്ങനത്തെ വലിയ വലിയ സിറ്റീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ സമയത്താണ് അത് പൊല്യൂഷൻ എന്ന ഒരു വഴിയിലേക്ക് പോകുന്നത്. അപ്പം വലിയ വലിയ സിറ്റീസിലാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അതേപോലെ തന്നെ ഈ റെയിൽവേ പാളത്തിന്റെ അടുത്ത് വീടൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയായിരിക്കും. അവർക്ക് ഈ വണ്ടി പോകുന്ന സമയത്ത് പിന്നെ അവരുടെ ചിലപ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അവരുടെ ആ വർത്താനം വരെ ഇന്ററപ്റ്റ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ ഒരു ട്രെയിനിന്റെ നിരന്തരമായിട്ടുള്ള പോക്കുവരുത്ത് കാരണം. സോ അതാണ് ട്രെയിൻ, എയർക്രാഫ്റ്റ് നമ്മൾ അടുത്തൊരു കാറ്റഗറിയിൽ കൊടുത്തു. ട്രാഫിക്കിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഓട്ടോമൊബൈൽസിനെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ ഇൻഡസ്ട്രി. വലിയ വലിയ ഇൻഡസ്ട്രീസിൻ്റെ അകത്തുള്ള മെഷീൻസ് കാരണം ഉണ്ടാകുന്ന സൗണ്ടുകൾ. ആ ഫാക്ടറിൻ്റെ അകത്ത് എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും, എന്തെങ്കിലും ബേണേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ വലിയ വലിയ മെഷീൻ IC എൻജിൻസ് പോലത്തെ വലിയ വലിയ മെഷീൻസ് ഉണ്ടാകും. ഇപ്പം പവർ പ്ലാന്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ ഈ ഫ്യൂവല് ബേൺ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വലിയ വലിയ മെഷീനറീസ് ഉണ്ടാവും. അല്ലെങ്കിൽ അവിടുന്ന് നമ്മൾ ഒരു ഭാഗത്തുനിന്ന് വേറെ ഭാഗത്തേക്ക് നമ്മളെ കൺവെയർ ബെൽറ്റിന്റെ മോട്ടർ ഉണ്ടാവും. അപ്പം ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ കിടന്ന് കറങ്ങാനുണ്ടാവും. അപ്പം ഈ വലിയ വലിയ ഇൻഡസ്ട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ സൗണ്ട് വെച്ചിട്ടുള്ള പൊല്യൂഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മളിപ്പം എന്തെങ്കിലും അരിയൊക്കെ പൊടിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സ്ഥലം, വലിയ വലിയ ഇൻഡസ്ട്രി എടുത്തില്ലെങ്കിലും നമ്മൾ സാധാ നാട്ടിൻ പുറത്തെ ഇൻഡസ്ട്രീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതേപോലെ അരി പൊടിപ്പിക്കുന്ന സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ സൗണ്ട് ആയിരിക്കും.
നമ്മൾ ആ അരി പൊടിപ്പിക്കുന്ന ആളെടുക്കുക എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടക്കം മൂപ്പർ കേൾക്കാൻ സാധ്യതയില്ല. എന്താന്ന് ചോദിച്ചിട്ട് ലാസ്റ്റ് അടുത്ത് വന്നിട്ട് നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടൊക്കെ സംസാരിക്കേണ്ടി വരും. എന്നാലേ നമുക്ക് ആ സൗണ്ട് മറികടന്നിട്ട് ആളെടുക്കുക നമ്മളെ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഇൻഡസ്ട്രീസിന്റെ അകത്ത് വരുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് കൺസ്ട്രക്ഷൻ സൈറ്റിൽ. കൺസ്ട്രക്ഷൻ സൈറ്റ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം അവിടെ ഇതേപോലെ തന്നെ ഈ സിമെന്റ് കുഴക്കുന്നതും പിന്നെ ആൾക്കാർ അപ്പുറം ഇപ്പുറം ഈ ഇത് വാരി കൊടുക്കുന്ന സമയത്ത് നമ്മളെ ജില്ലയും മണലും ഒക്കെ വാരി കൊടുക്കുന്ന സമയത്തും ഒക്കെ ജില്ലയിലെയും മണലിന്റെയും എല്ലാം ഒച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെയാണ് നമ്മളെ കൺസ്ട്രക്ഷൻ സൈറ്റിന്റെ കേസിൽ വരുമ്പോഴത്തേക്ക്. പിന്നെ അവിടെ തന്നെ ഒരു ലിഫ്റ്റ് ഒക്കെ ഉണ്ട്. നമ്മളെ വലിയ വലിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ലിഫ്റ്റ് ഒക്കെ വെച്ചിട്ടായിരിക്കും ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ JCB ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ കോൺക്രീറ്റ് മിക്സർ ഉണ്ടാവും അങ്ങനത്തെ. പിന്നെ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ വരുന്നുണ്ടാവും. ആ വണ്ടികൾ ജില്ലി ചെരിയുന്നുണ്ടാവും, പൂഴി ചെരിയുന്നുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ടിപ്പർ ലോറികൾ വന്നിട്ടുണ്ടാക്കുന്ന സൗണ്ടുകൾ നമുക്കറിയാം. നമ്മളെ വീട്ടിന്റെ അടുത്തൊക്കെ എവിടെയെങ്കിലും ഒരു വാർപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഭയങ്കരമായിട്ട് ഒച്ചയായിരിക്കും. പിന്നെ ആ രാവിലെ തൊട്ട് ആ വാർപ്പ് തീരുന്നവരെ അതിന്റെ സൗണ്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ഒരു തീരാത്ത അവസ്ഥയിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതാണ് നമ്മളുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് വരുമ്പോഴത്തേക്കുള്ള സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി ഞാനിപ്പോ പോയിന്റ് വൈസ് ആണ് ഇവിടെ എഴുതുന്നെങ്കിലും നിങ്ങൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടി വരാം. പോയിന്റ് മാത്രം എഴുതിയിട്ട് അവിടെ നിർത്തരുത്. ഓരോ ഹെഡിങ്ങിന്റെ താഴത്തും നിങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും ആ ഒരു പൊല്യൂഷൻ ഉണ്ടാകുന്നത്, ഏതൊക്കെയാണ് അവിടെ ആ ഒരു സൈറ്റിൽ ഇന്ന പെർട്ടിക്കുലർ സോഴ്സിന്റെ അകത്ത് ഏതൊക്കെ രീതിയിലാണ് നോയിസ് പൊല്യൂഷൻ വരുന്നത്, അതിന്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ കൂടി കൊടുക്കേണ്ടി വരും. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നാളെ പബ്ലിക് അനൗൺസ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ അഡ്രസ് സിസ്റ്റം ഇല്ലേ, അഡ്രസ് സിസ്റ്റം ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമ്മള് പബ്ലിക്കായിട്ട് നമ്മളിപ്പോൾ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ സമയത്ത് നമുക്കറിയാം നാട്ടിലോട്ട് ഫുൾ പബ്ലിക്കിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒച്ചയിൽ ജീപ്പിൻ്റെ അകത്തൊക്കെ സ്പീക്കറൊക്കെ വെച്ചിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു, പ്രചരണം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ സാധനം പബ്ലിക് അഡ്രസ്സിംഗ് എന്നാണ് അതിന് പറയാം. പബ്ലിക്കിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റത്തെ അത് ഒരുപാട് പേരോട് നമുക്ക് ഒരു കാര്യം പറയണമെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് കുറച്ച് ഒച്ചയുള്ള കാര്യം ഒരു സെറ്റപ്പ് അവിടെ വെക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനത്തെ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ വലിയ വലിയ സ്പീക്കേഴ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളും. മൈക്കും സ്പീക്കറും ഒക്കെ ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ അതിന്റെ ഈ ഒരു സാധനം വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജനറേറ്റർ സൈഡിൽ തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ സമയത്തൊക്കെ അതിൻ്റെ അകത്ത് ഒരുപാട് നോയ്സസ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഒന്നും പറയാത്ത സമയത്തടക്കം ചിലപ്പോൾ ജനറേറ്ററിന്റെ സൗണ്ട് ആയിരിക്കും അവിടെ കേട്ടോണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ഇതുമായിട്ട് അടുത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പൊ അതാണ് ഈ പബ്ലിക് അഡ്രസ് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് മാത്രമല്ല, പബ്ലിക്കായിട്ട് അഡ്രസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മളുടെ മാരേജ്, കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളത് നാലാൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് എന്താക്കും, ഇവിടെ ഇന്ന സ്ഥലത്ത് കല്യാണം ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ പാട്ടും ബഹളവും ഒക്കെ ആക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളും ഒക്കെ ഈ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് വെക്കാം. മെയിനായിട്ടുള്ളത് നമ്മളെ ഇലക്ഷന്റെ പ്രചരണം അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഒരു പബ്ലിക്കായിട്ട് എന്തെങ്കിലും മീറ്റിംഗ് വിളിക്കുന്നു, ആ സമയത്തൊക്കെ ആ മീറ്റിങ്ങിൻ്റെ അത് ചിലപ്പോൾ എല്ലാവരും ഇൻവോൾവ് ആയിരിക്കില്ല. ആ മീറ്റിങ്ങിൽ ഒരു 100 ആൾക്കാർ പങ്കെടുക്കുന്ന മീറ്റിംഗ് ആണെങ്കിലും നമ്മൾ ആ വെക്കുന്ന സൗണ്ട് ചിലപ്പോൾ 100 ആൾക്കാർക്ക് മാത്രം റെസ്ട്രിക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല സൗണ്ട് ഉണ്ടാകുക. ആ മൊത്തം ചിലപ്പോൾ അപ്പുറം ഇപ്പുറം നടന്നു പോകുന്ന ആൾക്കാരും ഒക്കെ കേൾക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതൊക്കെയാണ് പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റത്തിന്റെ അകത്ത് വരുന്നത്. പിന്നെ നമുക്ക് നേരെ നമ്മളെ വീടുകളിലേക്ക് പോവാം. ഹൗസ് ഹോൾഡ് ആയിട്ട് എന്തൊക്കെയാണ് സോഴ്സസ് നോക്കാം. ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള സോഴ്സസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ TV ഉണ്ടാവും. TV ചില സമയത്ത് നമ്മൾ ഒച്ചയിൽ വെക്കുന്ന സമയത്ത് പറയും കുറച്ച് സൗണ്ട് വർക്ക് ചെയ്യുന്ന ചില ആൾക്കാരുടെ. പ്രത്യേകിച്ച് നമ്മളെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഈ കാർട്ടൂണൊക്കെ കാണുന്ന സമയത്ത് കുറച്ച് ഒച്ചത്തിൽ TV വെക്കാനുള്ള സാധ്യതകൾ. അത് അവർ വെക്കുന്ന സമയത്ത് നമ്മൾ പറയും, നമ്മൾ ചിലപ്പോൾ അവിടെ നിന്ന് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും വേറെ ആരെങ്കിലും. ആ സമയത്ത് നമ്മൾ പറയും കുറച്ചൊന്ന് സൗണ്ട് കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഡെയിലി ലൈഫിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെയുള്ളതാണെങ്കിൽ നമ്മളെ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ഡിസ്റ്റർബൻസ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ TV
വെച്ചിട്ടുള്ള ഡിസ്റ്റർബൻസ് ആയിരിക്കും. ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് വരുന്ന ഡിസ്റ്റർബൻസ് ആണ് നമ്മളെ വീട്ടിൽ പെട്ടെന്ന് മിക്സി ഇടുക എന്നൊക്കെ പറയുന്നത്. പ്രഷർ കുക്കർ അല്ലെങ്കിൽ മിക്സി ഇതൊക്കെ ചൂളടിക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ ആ സമയത്തും നമുക്ക് എന്ത് തോന്നും? ആ സമയത്ത് നമുക്ക് ടി വിന്റെ സൗണ്ട് ആയിരിക്കില്ല ചിലപ്പോൾ പ്രശ്നമായിട്ട് തോന്നുക. ആ സമയത്ത് ഈ കുക്കറിന്റെ സൗണ്ട് ആയിരിക്കും നമുക്ക് പ്രശ്നമായിട്ട് തോന്നുക. അതേപോലെ തന്നെ പിന്നെ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ വാക്വം ക്ലീനർ. വാക്വം ക്ലീനർ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. നമ്മളുടെ വാഷിംഗ് മെഷീൻ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഹൗസ് ഹോൾഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ്. ചിലപ്പോൾ ചില ആൾക്കാരുടെ വീട്ടിൽ സബ് വൂഫറൊക്കെ ഉണ്ടാവും, വലിയ ഒച്ചയിൽ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചില സമയത്ത് നമുക്ക് കേൾക്കുമ്പോൾ നല്ലതായിട്ട് തോന്നും, ചില സമയത്ത് നമുക്കത് അനാവശ്യമായിട്ട് തോന്നും. ചിലപ്പോൾ ചില അടുത്ത വീട്ടുകാർക്കായിരിക്കും അത് ബുദ്ധിമുട്ടായിട്ട് തോന്നും, നിങ്ങൾ സബ് വൂഫറിലൊക്കെ ഒച്ചത്തിൽ പാട്ടൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഹൗസ് ഹോൾഡ് ആയിട്ട് വരുന്ന നോയിസ് പൊല്യൂഷനിൽ പെടുത്തുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ അകത്തൊക്കെ നമുക്കറിയാം, ചില കാര്യങ്ങൾ ചില ആൾക്കാർക്ക് പ്രശ്നമില്ലാണ്ടുണ്ടാവും, പക്ഷെ നേരെ മറിച്ച് അപ്പുറം പോകുന്നതാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അതൊരു പ്രശ്നമായിട്ട് ഉണ്ടാവും. പിന്നെയുള്ളതാണ് നമ്മളെ ഡിഫൻസ് ആക്ടിവിറ്റീസ്. ഡിഫൻസ് ആക്ടിവിറ്റീസ് എടുത്ത് നോക്കുക. അതായത് നമ്മളുടെ ഈ ടാങ്കർ ലോറിയും നമ്മുടെ റോക്കറ്റ് ലോഞ്ചറും അതേപോലെ തന്നെ ഈ വലിയ വലിയ എന്താ പറയാ ഈ യുദ്ധങ്ങളൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന വെടിവെപ്പും കാര്യങ്ങളും ഇതൊക്കെ എന്തായിട്ട് വരും? നമ്മളുടെ ഡിഫൻസ് ആക്ടിവിറ്റീസിൽ വരുന്ന ഒരു സോഴ്സ് ആയിട്ട് എടുക്കുക. ഇത് നമുക്ക് ഒരു 4-5 സോഴ്സസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനൊക്കെ എടുക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ കാര്യത്തിന്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമ്മളെ ആവശ്യമുള്ള കാര്യമായിരുന്നു. ഡിഫൻസ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ആവശ്യമുള്ള കാര്യമായിരിക്കും, ചിലപ്പോൾ അല്ല, എല്ലാ സമയത്തും നമുക്ക് ആവശ്യമുള്ളതാണ്. നമ്മളെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ഫോഴ്സ് ആണ് ഈ ഡിഫൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടുള്ള പേര് തന്നെ ഡിഫൻസ് എന്നുള്ളത്. അപ്പൊ നമ്മളെ ഡിഫെൻഡ് ചെയ്തത്, നമ്മളാരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞത് ആവശ്യമുള്ള കാര്യമാണ്. പക്ഷേ എങ്കിൽ അത് ആവശ്യമുള്ളതെങ്കിലും ചില സമയത്ത് അവരുടെ കേസിൽ, ഈ മിലിറ്ററി സർവീസിൽ നിൽക്കുന്ന ആൾക്കാരുടെ കേസിൽ ഇതിൻ്റെ ഇടയിൽ കിടന്ന് വർക്ക് ചെയ്യാവുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ട്. പൊല്യൂഷൻസ് അവർക്കത് തോന്നും, നമുക്കത് തോന്നുന്നുണ്ടാവില്ല. യുദ്ധം നടക്കുന്നിടയ്ക്കായിരിക്കും അവിടെ പൊല്യൂഷൻ വന്നിട്ടുണ്ടാകുക, നോയിസ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പം നമ്മളുടെ ഡിഫൻസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് വിഷുവിനെ പറ്റി ചിന്തിച്ചു നോക്കാം. നമ്മളുടെ ഫയർ വർക്സിന്റെ ഉപയോഗങ്ങൾ, അതിപ്പോൾ നമ്മളെ വീട്ടിലായാലും നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഫെസ്റ്റിവലിനായാലും, ചിലപ്പോൾ ഒരു കല്യാണത്തിനായിരിക്കും, ചിലപ്പോൾ അമ്പലത്തിലൊക്കെ ഉത്സവത്തിനായിരിക്കും, എന്തായാലും നമ്മൾ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഫയർ വർക്സ് വരുന്ന സമയത്തും നമുക്ക് എന്തുണ്ടാവും? ഈ ഒരു പൊല്യൂഷൻ എന്നുള്ള കാറ്റഗറിയിലേക്ക് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഫയർ വർക്സ് നമുക്ക് 3 തരത്തിലുള്ള പൊല്യൂഷനിലേക്കും കൊണ്ടുപോകാം. നമ്മളുടെ ഇതുവരെ പഠിച്ച എല്ലാ പൊല്യൂഷനിലേക്കും നമുക്ക് ഈ ഫയർ വർക്സിനെ കൊണ്ടുപോകാം. എയർ പൊല്യൂഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട് ഫയർ വർക്സ് വരുന്ന സമയത്ത്, പുകയും കാര്യങ്ങളൊക്കെ വന്നിട്ട്, അതും കെമിക്കൽസ് ആയിരിക്കും ഫുള്ള്. ഈ മരുന്ന് എന്ന് പറയുന്നത് കെമിക്കൽസ് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വാട്ടർ പൊല്യൂഷനിലേക്ക് പോവാം. ഈ മരുന്ന് നമ്മൾ പൊട്ടിക്കഴിഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ ഇവിടെ അലക്ഷ്യമായിട്ടായിരിക്കും ഇടുക. അത് ഒരു മഴ പെയ്യുന്ന സമയത്ത് നേരെ ഒലിച്ച് നമ്മളുടെ വാട്ടർ ബോഡീസിലേക്ക് എത്തും. വാട്ടർ പൊല്യൂഷനിലേക്കും വരാം. അതും അല്ലെങ്കിൽ നമ്മൾ സോയിൽ പൊല്യൂഷനിലേക്ക് വരാം. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ തന്നെ ഒരിക്കൽ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ ചിന്തിച്ച് നോക്കൂല. അത് നമ്മൾ ക്ലീൻ ആക്കാനും ചിലപ്പോൾ നിൽക്കില്ല. നമ്മൾ നട്ട് റോട്ടിലൊക്കെ ഇട്ടിട്ട് മാലപ്പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ വരും. അപ്പോൾ അതൊക്കെയാണ് ഫയർ വർക്സിൻ്റെ അകത്ത് വരുന്ന പൊല്യൂഷൻസ്. ഇതേ സമയത്ത് ഈ ഫയർ വർക്സ് നോയിസ് പൊല്യൂഷനും ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഫയർ വർക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിലകത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം വേറെ അതർ സോഴ്സസ് എന്ന് പറഞ്ഞിട്ട്, അതർ സോഴ്സസിൽ വരുന്നതാണ് നമ്മളുടെ ഈ അലാറം. ചിലപ്പോൾ ഏതെങ്കിലും ഇൻഡസ്ട്രീൻ്റെ അകത്ത് നിന്നൊക്കെ അലാറം അടിക്കും അവരുടെ ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. അത് കുറച്ച് സമയത്തേക്ക് ഇങ്ങനെ അടിച്ചോണ്ടേയിരിക്കും, ഒരു ഷിഫ്റ്റ് കഴിഞ്ഞ് അടുത്ത ഷിഫ്റ്റിലേക്ക് ആൾക്കാർ വരാൻ വേണ്ടിയിട്ടൊക്കെ. അതേപോലെ തന്നെ ചില സമയത്ത് ചില സ്ഥലത്തുള്ള എന്തെങ്കിലും നമ്മളുടെ എന്താ പറയുക മെഷീൻ ടൂൾസ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഗ്രൈൻഡിങ് ഇതൊക്കെ ചെയ്യുന്നതൊക്കെ കാണാം. ചിലപ്പോൾ ഇലക്ട്രിക്കൽ KSEB എന്നൊക്കെ ആൾക്കാർ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും പോസ്റ്റിൻ്റെ മുകളിലോ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനെ നമുക്കൊരു പെർട്ടിക്കുലർ സോഴ്സിനകത്ത് വരാൻ സാധ്യതയുണ്ട്. ഒരു പെർട്ടിക്കുലർ ആയിട്ടൊരു സോഴ്സ് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ. അതിൽ വരുന്നതാണ് ഇപ്പോൾ ഈ അലാറമും പിന്നെ ചില ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്. നമ്മളെ ഈ KSEB പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്ഫോമറൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക, അതിൻ്റെ അകത്ത് സ്പാർക്ക് വരിക, അതിൻ്റെ അകത്ത് എന്തെങ്കിലും സൗണ്ട് വരിക,
ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അതർ സോഴ്സസിൻ്റെ അകത്ത് വരുന്നത്. സോ ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് ഇത്ര കാര്യങ്ങളെ പറയുള്ളൂ, നമ്മളുടെ നോയിസ് പൊല്യൂഷൻ എന്താണെന്നും അതിൻ്റെ മേജർ ആയിട്ടുള്ള സോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളത്. സോ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതാൻ പാകത്തിൽ ഇത്രയും കാര്യങ്ങളെ ഞാൻ ജസ്റ്റ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് ഞാൻ ചില കാര്യങ്ങൾ, പഠിക്കേണ്ട കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫിസിയോളജിക്കൽ സൈക്കോളജിക്കൽ എഫക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഈ ഒരു പൊല്യൂട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസിസ്റ്റൻസ് ഇല്ലാത്തതാണ്, ഡസ് നോട്ട് ഹാവ് പെർസിസ്റ്റൻസ്. നമുക്കൊരു ഉറച്ചു നിൽക്കാൻ പറ്റില്ല ഇന്ന സാധനമാണ് നോയിസ് പൊല്യൂഷന് കാരണം എന്നുള്ളത്. പിന്നെ ഇങ്ങനത്തെ വാക്കുകൾ അല്ലെങ്കിൽ വേർഡ്സ് പരമാവധി നമ്മളുടെ ബുക്കിൻ്റെ അകത്ത് അല്ലെ ആൻസർ പേപ്പറിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പം അങ്ങനത്തെ വാക്കുകൾ വരുന്ന സമയത്ത് ഞാനിവിടെ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് അണ്ടർലൈൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ആയിരിക്കും നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഫുൾ എഴുതി ചേർക്കുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യേണ്ട കുറച്ച് വാക്കുകൾ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തായാലും എഴുതി വെക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. സോ നമ്മളുടെ കാര്യം ഇന്നത്തെ പരിപാടി ഇത്രയുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം. ഈ ഒരു സബ്ജക്റ്റ് പെട്ടെന്ന്